പയ്യന്നൂർ നഗരസഭ 46-ാം വാർഡായ മൊട്ടമ്മലിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുൻപാകെ പരാതി നൽകി പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി. തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനാർത്ഥി ഇതുവരെയും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുക്കാത്തതിനാൽ ഉടൻ തിരഞ്ഞെടുപ്പ് നടത്തണമെന്ന ആവശ്യമാണ് കോൺഗ്രസ് ഉയർത്തുന്നത്. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 6 മാസം കഴിയാൻ പോവുകയാണ്. തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്തു കഴിഞ്ഞു. പയ്യന്നൂർ നഗരസഭയിലെ 46-ാം വാർഡായ മൊട്ടമ്മലിൽ തിരഞ്ഞെടുക്കപ്പെട്ട VK നിഷാദ് ജയിലിൽ തടവ് ശിക്ഷ അനുഭവിക്കുന്നതിനാൽ ഇതുവരെയും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്തിട്ടില്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ 6 മാസത്തിനകം ഉപതിരഞ്ഞെടുപ്പ് നടത്തണമെന്ന ചട്ടം നിലവിലിരിക്കെ ഇതുവരെയായിട്ടും ഉത്തരവാദിത്തപ്പെട്ടവർ അതിനുവേണ്ട നടപടികൾ സ്വീകരിച്ചു കാണുന്നില്ല. ഇത് ആ വാർഡിലെ ജനങ്ങളോട് കാണിക്കുന്ന നീതികേടാണെന്നും പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് A. രൂപേഷ് ആരോപിച്ചു. കേരളത്തിലെ എല്ലാ ജനപ്രതിനിധികളും ഡിസംബർ 13-ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്തു. എന്നാൽ പയ്യന്നൂർ നഗരസഭയിലെ 46-ാം വാർഡ് മുട്ടമ്മൽ, വെള്ളൂരിലെ മുട്ടമ്മൽ വാർഡ്, അവിടെയുള്ള വിജയിച്ച കൗൺസിലർക്ക് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ടായി. അദ്ദേഹത്തിന് ഒരു ക്രിമിനൽ കേസുമായി കോടതി തടവ് ശിക്ഷിച്ചതിൻ്റെ ഭാഗമായി ജയിലിൽ കിടക്കേണ്ടി വരികയും 40 ദിവസത്തിനുള്ളിൽ സത്യപ്രതിജ്ഞ ചെയ്യണമെന്നുള്ള ചട്ടം പാലിക്കാൻ സാധിക്കാത്ത വന്നതോടുകൂടി ആ വാർഡ് തീർത്തും ഒരു ജനപ്രതിനിധിയുടെ അഭാവം നമുക്കിപ്പോൾ കാണാൻ സാധിക്കുകയാണ്. നമുക്കറിയാം, ഇപ്പോൾ മഴ വരുന്ന കാലഘട്ടമാണ്. ഒരുപാട് പദ്ധതികളും പ്രവർത്തനങ്ങളും നടത്തേണ്ട ഒരു സമയം. ആ സമയത്ത് മറ്റെല്ലാ വാർഡുകളിലും എല്ലാ പ്രവർത്തനവും നടക്കുമ്പോൾ പയ്യന്നൂർ നഗരസഭയിൽ 46-ാം വാർഡിൽ ഇതിനകത്തൊരു പ്രവർത്തനം നടക്കുന്നില്ല. ഇത് സംബന്ധിച്ച് അടിയന്തരമായി ഉപതെരഞ്ഞെടുപ്പ് നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മാസങ്ങൾക്ക് മുമ്പ് നഗരസഭാ സെക്രട്ടറിക്കും ജില്ലാ കലക്ടർക്കും അടക്കം ഞങ്ങൾ ആദ്യം പരാതി നൽകി വീണ്ടും ഇപ്പോൾ 1.5 മാസം കഴിയുന്നു. കഴിഞ്ഞ ദിവസം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഞങ്ങൾ പരാതി നൽകി. ആ പരാതിയുടെ കോപ്പി ജില്ലാ കലക്ടർക്കും നഗരസഭാ സെക്രട്ടറിക്കും കൈമാറിയിട്ടുണ്ട്. ജില്ലാ കലക്ടറും സെക്രട്ടറിയൊക്കെ പറയുന്നത് ഞങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിയന്തരമായി പ്രഖ്യാപിക്കും എന്നൊക്കെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും എന്നൊക്കെ പറഞ്ഞത്. എന്തു തന്നെയായാലും ഈ 13-ാം തീയതിയോടുകൂടി 6 മാസം പൂർത്തിയാകുന്നു. തെരഞ്ഞെടുപ്പ് ചട്ടം എന്ന് പറയുന്നത് ഒരു വാർഡിനകത്ത് അല്ലെങ്കിൽ ഒരു മണ്ഡലത്തിൽ ജനപ്രതിനിധി രാജിവെക്കുകയോ അല്ലെങ്കിൽ മരണപ്പെടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ സാധിക്കാതെ വന്നു കഴിഞ്ഞാൽ 6 മാസത്തിനകം അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമെന്നാണ് തെരഞ്ഞെടുപ്പ് ചട്ടം. ആ ചട്ടത്തെ വളരെ ലാഘവ ബുദ്ധിയോടെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണുകയാണ് എന്നാണ് ഈ സമയത്ത് ഞങ്ങളൊക്കെ ആശങ്കപ്പെടുന്നത്. 46-ാം വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് അടിയന്തരമായി പ്രഖ്യാപിക്കണമെന്നും വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് പയ്യന്നൂർ നഗരസഭ പ്രതിപക്ഷ കക്ഷിയായ UDF-ന്റെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.